മൗനം അത് ശരിയല്ല. അപ്പൊ ഉത്തരവാദിത്തത്തോടുകൂടി മാറി നിൽക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എനിക്ക് സംശയമില്ല. കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീകളോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കും എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാളിതുവരെ എന്റെ അനുഭവം ഒക്കെ പി.ടി. തോമസ് എനിക്ക് മാതൃകയായിട്ടുള്ള ആളാണ്. പി.ടി. തോമസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവരുടെ പുരോഗതിക്കായിട്ട് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർക്കൊരു വീഴ്ച വന്നപ്പോൾ നിങ്ങൾക്കറിയാം, നടിയെ ആക്രമിച്ച കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പൊ തന്നെ റിയാക്ട് ചെയ്ത ആളാണ്. ഞാനിത് ഇന്നലെ തന്നെ ഇത് നടക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര വൈകിയത്. ഉറപ്പായിട്ടും രാജിവെച്ച് മാറി നിൽക്കുക തന്നെ വേണം. ഗുരുതരമായ ചില കാര്യങ്ങൾ വന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ തന്നെ KC പ്രവർത്തകരായ വനിതകൾക്ക് നേരെ പോലും ഇത്തരം പെരുമാറ്റം ഉണ്ടായെന്നും അവർ പ്രസ്ഥാനത്ത് വിട്ടുപോകേണ്ട അവസ്ഥ വന്നു എന്നാണ്. അത് കുറച്ചുകൂടി ഗൗരവം വർദ്ധിപ്പിക്കുന്നല്ലേ പാർട്ടിയിൽ ഉള്ള സഹപ്രവർത്തകർക്ക് നേരെയുള്ള? അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു കാര്യം ആരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യം അറിയാമെങ്കിൽ ഒരു ദിവസം മുമ്പ് നമ്മളത് ഒരു നിമിഷം മുമ്പ് അതിന് ആക്ഷൻ എടുക്കാനായിട്ട് പറഞ്ഞേനെ. തീർച്ചയായിട്ടും ഞാൻ ഈ ഇതിൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നതെന്നുള്ള എനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. ഇങ്ങനെ ഒരാളാണ് എന്ന് ആളുകൾ പറയുമ്പോൾ ഇത് ശരിയാണോ? ആദ്യം ഞാൻ വിചാരിച്ചത് എന്തോ ട്രാപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന്. പക്ഷെ ഒന്നിനു പുറകെ ഒന്നായിട്ട് മറ്റുള്ളവരെല്ലാം പറയുമ്പോൾ നമ്മളത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഡിഫമേഷൻ കേസിനെങ്കിലും മൂവ് ചെയ്യാത്തത് കൊണ്ട് ഇത് സമ്മതമാണ് എന്നുള്ള രീതിയിലാണ്, ഇത് ശരിയാണ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം കേസിന് പോകണമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് നമ്മുടെ ആത്മാഭിമാനത്തെ ആരെങ്കിലും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ റിയാക്ട് ചെയ്യും, ഇല്ലേ? എന്നോട് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ റിയാക്ട് ചെയ്തു പോകും. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ തീർച്ചയായിട്ടും രാജി ആവശ്യപ്പെടേണ്ടത് തന്നെയാണ്. അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കേണ്ടത് തന്നെയാണ്. അതെനിക്ക് പറയാൻ വയ്യ. ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയാത്ത കാര്യം റിയാക്ട് ചെയ്യാൻ വയ്യ. ഓക്കെ. അപ്പോൾ ഉമാ തോമസ് MLAയും കൃത്യമായി തന്നെ പറയുന്നു രാജിവെക്കണം, രാജിവെച്ച് മാറി നിൽക്കണം എന്ന് പറയുന്നു. ഇന്നലെ പ്രതികരിക്കാത്തത് ഇന്നലെ തീരുമാനം ഉണ്ടാകുന്ന പ്രതീക്ഷയാണ്. അത് ഉണ്ടാവാത്ത അതൃപ്തി കൂടി ഉമാ തോമസ് വാക്കുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.